ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 60 ശ്ലോകം 5-6. ത്രപയ നമിതാനനാസ്വധോ വനിതാ സ്വംബരജാലമന്തികേ നികിത പരിഗൃഹ്യ ഭൂരുഹോ വിടവം ത്വം തരസാദീരുടവാൻ. അന്വയം. അർത്ഥം. അഥ അനന്തരം, ത്വം അങ്ങേ, വനിതാസു വനിതകളിൽ, ത്രപയ ലജ്ഞ കൊണ്ട്, നമിതാനനാസു മുഖം കുനിച്ചപ്പോൾ, അന്തികെ അടുക്കൽ, സഹിതം അഴിച്ചുവെക്കപ്പെട്ടിരുന്ന, അംബരജാലം വസ്ത്രസമൂഹം, പരിഗൃഹ്യ എടുത്തിട്ട്, ഭൂരുഹ വൃക്ഷത്തിന്റെ, വിടവം ശാഖയെ, തരസ വേഗം, അതിരൂഢവാൻ കയറി. ഹരി. സാരം. വസ്ത്രം അഴിച്ചുവെച്ച് വെള്ളത്തിലിറങ്ങിയ ഗോപകുമാരിമാർ ഭഗവാനെ കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തിയപ്പോൾ അവരറിയാതെ ഭഗവാൻ അവരുടെ അമ്പരങ്ങളെടുത്ത് അരികിലുള്ള കടമ്പ് വൃക്ഷത്തിൽ കയറിയിരുന്നു. ഹരി. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ഇഹ താപതുപേത്യ നീയതാം വസനം വാസുദൃശോ യഥായതം ഇതി നമ്മ മൃദുസ്മിതേ ത്വയി ബ്രൂവതി വ്യാമുമുഖോ വധൂജനൈഃ. അന്വയം. അർത്ഥം. സുദൃശ, അല്ലയോ സുന്ദരികളെ, ഇഹ താവൻ ഇവിടെ വരെ, ഉപേത്യ അടുത്തെത്തി വന്നിട്ട്, വഹ നിങ്ങൾ, നിങ്ങളുടെ, വസനം വസ്ത്രം, യഥായഥം മാറാതെ, നീയതാം വാങ്ങിച്ചു പോയാലും, ഇതി പ്രകാരം, തൊയ് അങ്ങ്, മൃദുസ്മിതേ മന്ദസ്മിതം തൂകി, ബ്രൂപതി പറഞ്ഞ സമയത്തെ, വധൂജനെ ഗോപികമാർ, വ്യാമുമുഖോ മോഹിതകളായി തീർന്നു. സാരം. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് അവരവരുടെ വസ്ത്രം മാറാതെ വാങ്ങിക്കൊണ്ടു പൊയ്ക്കൊള്ളുക. ഭഗവാൻ പുഞ്ചിരി തൂകി ഗോപികമാരോട് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത അന്താളിപ്പും മോഹവും ഉണ്ടായി. ഹരി.